കൊല്ലം കടപ്പാക്കടയിലെ അനധികൃത കെട്ടിട നിർമ്മാണത്തിന് തടയിട്ട് കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും വലിയ തോതിൽ മണ്ണെടുപ്പ് നടന്നതോടെ സമീപത്തെ കെട്ടിടങ്ങളിൽ വിള്ളൽ വീണു തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. നാലു ചുറ്റും കെട്ടിടങ്ങളും സമീപത്തുകൂടി 2 റോഡുകളും കടന്നുപോകുന്ന കടപ്പാക്കടയിലാണ് കെട്ടിട നിർമ്മാണത്തിനായി അനധികൃത മണ്ണെടുപ്പ് നടത്തിയത്. ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്തതോടെ സമീപത്തെ കെട്ടിടങ്ങളിൽ വിള്ളൽ വീണു. പ്രദേശത്തെ റോഡിനും തകരാർ സംഭവിച്ചതായാണ് പരാതി. തുടർന്ന് കൊല്ലം തഹസിൽദാരും കോർപ്പറേഷനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതരും സ്ഥലത്ത് പരിശോധന നടത്തി. സ്വകാര്യ വസ്തു ഉടമ 4 ചുറ്റും മറവുണ്ടാക്കിയാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. യാതൊരുവിധമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമാക്കാതെ തന്നെ സ്വകാര്യ വ്യക്തി ഭീമമായ കെട്ടിടം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള മൈനിങ് നടത്തിയതിന്റെ ഭാഗമായി അതിന്റെ പ്രധാന പാതകളിലൂടെ വരുന്നിട്ടുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ ദിനംപ്രതി കുണ്ടും കുഴികളുമായി ഇന്ന് അനുദിനം വർദ്ധിച്ചു വരികയാണ്. വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങളും പരാതികളും അത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് കൊല്ലം കോർപ്പറേഷൻ മുനിസിപ്പലിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യം അത് വളരെ ആശ്വാസകരമായിട്ടാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും മഴ പെയ്താൽ മൈനിങ് നടത്തിയ ഭാഗത്ത് വെള്ളം നിറഞ്ഞ സമീപത്തെ കെട്ടിടങ്ങൾക്ക് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. അതേസമയം മുനിസിപ്പൽ ചട്ടം പാലിച്ചുള്ള കെട്ടിട നിർമ്മാണം മാത്രമേ അനുവദിക്കൂ എന്ന് കോർപ്പറേഷൻ സെക്രട്ടറി സജു വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊല്ലം.